യാതൊരു അഭിപ്രായക്കേടുമില്ല. സമസ്ത ഹക്കിന്റെ പന്ഥാവില. ബഹുമാനപ്പെട്ട ആ സമസ്തയം വിട്ട് എന്നെ പോലെയുള്ള പ്രവർത്തകർ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു നൈമിഷികമായ താല്പര്യത്തിന്റെയോ ഭൗതികമായ സുഖത്തിന്റെയോ പിന്നാലെ പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചാലും അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ മാത്രമാണ് എന്നും ഈ സന്ദർഭത്തിൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സമസ്തയുടെ കൂടെ നിൽക്കും. സമസ്തയുടെ അതിന്റെ ആ പടിവാതിൽക്കൽ അതിന്റെ കാവൽക്കാരായി നിലകൊള്ളും. ആ കാവൽക്കാരായി നിലകൊണ്ടാൽ മാത്രമേ അന്ത്യനാൾ വിജയിക്കാൻ കഴിയൂ എന്നാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിന് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള യഥാർത്ഥമായ സാക്ഷ്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ വിരുദ്ധത തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ബിദ്അത്ത് അതിന്റെ അവസാനമായ ചക്രശ്വാസം വലിക്കുകയാണ്. കേരളത്തിലെ ബിദ്അത്തിന്റെ ശക്തി സംഘടനകൾ എത്ര അളവിലാണ് അവർ വിഭജിക്കപ്പെട്ടു പോയത്, എത്രയാണ് അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഭിന്നതക്ക് അവർ വശംവദരായിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ കേരള നടുവത്തുൽ മുജാഹിദീൻ അടക്കമുള്ള കക്ഷികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ കൊണ്ടുവന്ന വരട്ടു തത്വവാദങ്ങളിൽ സ്വന്തം അണികളെയും പണ്ഡിതന്മാരെയും പോലും പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിന്റെയും സത്യത്തിന്റെയും പന്ഥാവിലുള്ള പ്രസ്ഥാനമാണ്. അള്ളാഹു അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ മനസ്സ് തുറന്ന് പറ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ കാവൽക്കാരായി നിൽക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതിന്റെ ഒരു കണ്ണിയായി ലയിച്ചു ചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉലമാഇന്റെ കൂടെ നിന്ന് മഹാന്മാരായ ആലിമീങ്ങളെ ചെരുപ്പെടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്നെ പോലത്തവരുടെ യോഗ്യതയും. ആലിമീങ്ങളുടെ കൂടെ നിൽക്കുക. മഹാന്മാരായ ഇന്ന് കേരളം കണ്ട ഏറ്റവും സാത്വികരായ ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി മുസ്ലിയാരാണ് പണ്ഡിത തറവാട്ടിലെ ഏറ്റവും സാത്വികനായ മഹാനായ കാരണവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അമരത്വം നൽകുന്നത്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാന ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട